محمد صلى الله عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي يدركني يا رسول الله. الله سبحانه وتعالى നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. റമദാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ അതിലെ പകുതിയിൽ കൂടുതൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് നമുക്കൊക്കെ അറിയാം, ഗവൺമെന്റ് പരമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമ്മൾ നമുക്ക് നൽകുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി നിശ്ചിത സമയം പറയും അല്ലേ? ആ സമയത്തിനുള്ളിൽ നമ്മളത് ക്ലിയറായി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. അത് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെ അവര് പറയുന്ന സമയങ്ങളിൽ തന്നെ നാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാറുണ്ട്. ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ റേഷൻ കടയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മസ്റ്ററിങ്ങും മറ്റുമൊക്കെ അവർ തന്നൊരു ഡേറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ അല്ലേ? എന്നൊക്കെ ജോലി സ്ഥലത്ത് നമ്മൾ വലിച്ചുകൊണ്ടേക്കണം. കാരണം ഒന്ന് ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് കിട്ടത്തോളം നമ്മളത് കുറച്ച് വിശ്വസിക്കരുത്. സർക്കാരിന്റെ ബാക്കിനെ നല്ല വില നമ്മൾ കൊടുക്കണം. കൊടുത്തിട്ട് എന്ത് ചെയ്തു? ചെറിയ മക്കൾ, എന്റെ മക്കൾ എത്ര നേരാ പോയി നിന്നത്. നമ്മൾ മാത്രമല്ല, അവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ, പ്രായത്തെ ആളുകളിലെ എല്ലാവരും വിളിച്ചുകൊണ്ട് നിൽക്കണം. കയ്യിൽ നോപ്പ് ഇങ്ങനെ വെക്കണം. അവര് പറഞ്ഞ സമയത്തിൽ നാം നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കില്ലെങ്കിലോ അപ്പൊ ലാസ്റ്റ് ഡേറ്റിലാണ് തിരക്ക് കൂടുതൽ. ഏത് പറഞ്ഞാല് നാളത്തോട് അവസാനിക്കണമോ എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസം അങ്ങനെ അടുക്കാൻ കഴിയില്ല. അതെന്താ? അത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ലഭ്യമല്ല എന്ന ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അള്ളയും അതുപോലെ ഒരു ഓഫർ വെച്ചിരിക്കണം നമുക്ക്. 10 ദിവസം എന്റെ കാരുണ്യം. ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും എന്റെ കാരുണ്യത്തിലില്ലാതെ നടക്കാറില്ല. ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും ഒക്കെ എന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് നൽകാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വേണ്ടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട വസ്തുക്കൾ കൃത്യമായി ഞാൻ ചെയ്യാം. ആരെങ്കിലും സ്വന്തം ഈ ഒരു 7 ദിവസം, ഇന്നത്തെ 7 ദിവസം ഒരു പഠന വിധേയമാക്കിയിട്ടുണ്ടോ? അല്ല ഒരു വിശകലനം നടത്തിയിട്ടുണ്ടോ? ഒന്ന് നോക്കിയിട്ടുണ്ടോ? നോമ്പ് എടുത്തത് ശരിയായിട്ടുണ്ടോ? ാത്തുകൾ ശരിയായിട്ടുണ്ടോ? ഓക്കെയാണോ എന്നുള്ളത് ഒന്ന് സ്വയം വിചാരണ നടത്തിയിട്ടുണ്ടോ? ഇനി നമുക്കുള്ളത് ഇന്നും കൂട്ടി ഒരു പകലും കൂട്ടിയിട്ട് 3 ഡേയും ഒരു പകലുമാണ്. അള്ളാന്റെ റഹ്മത്ത് 10 ദിവസം നമുക്കതിന് അള്ളാഹുത്താല വിശാലമായിട്ട് തരണമെങ്കിൽ ആ 10 ദിവസങ്ങൾ രാപ്പകലില്ലാതെ തേടിയാലും നേടിയെടുക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് റബ്ബിൻ്റെത് തന്നെ. ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സർവ്വത്തിന് കാരുണ്യം നൽകാൻ കേൾപ്പുള്ള അള്ളാഹു നമുക്കൊരു നിമിഷം തരാതെ 10 ദിവസം മുഴുവൻ നന്ദിയില്ലേ? ആ 10 ദിവസത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായ അനുഗ്രഹങ്ങൾ അപ്പൊ അത്രയും വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തൽ കൂടിയല്ലേ അത്. ഇന്നലെ സൂറത്തുൽ കഹ്ഫ് സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു. ബോധിക്കണം. ബോധ്യവരുണ്ടാകും, ഇല്ലാത്തവരുണ്ടാകും. അതിലൊരു ആയത്ത് റബ്ബുകൽ ഗഫൂറുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുൽ അദാബ്. വല്ലാത്തൊരു ആയത്ത്. റബ്ബുകൽ ഗഫൂറുർ റഹ്മ, നിങ്ങളുടെ റബ്ബില്ലേ? അല്ലാഹു പറയാ നമ്മളോട്, നിങ്ങളുടെ യജമാനനില്ലേ? ഗഫൂറുർ റഹ്മ, വല്ലാത്ത ദയാലുവാണ്, വല്ലാതെ കാരുണ്യം ചെയ്യുന്നവനാണ്. അവന്റെ കാരുണ്യത്തിന്റെ വിശാലത എന്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ചെറിയ രൂപത്തിലുള്ള ഒരു ഉദാഹരണം. റബ്ബുൽ ഗഫൂറുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ. നിങ്ങൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ പിടിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ, എനിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, എന്നെ കബളിപ്പിക്കുമ്പോൾ സ്പോട്ടിൽ എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാനും ഒരാളും ചോദ്യം ചെയ്യില്ല. എനിക്ക് എന്റെ മേലിൽ ഒരാൾക്കും സ്വാധീനം ചെലുത്താൻ കഴിയില്ല. എല്ലാത്തിനും എനിക്ക് കഴിവുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. എന്റെ ദയയാണ്, എന്റെ ഔദാര്യമാണ് എന്ന് പറയും. ഇനിയും എന്നെ നിങ്ങൾ പരീക്ഷിക്കരുത്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? വിട്ടുവീഴ്ച. ഇനി
ഇനിയും നിങ്ങളെന്നെ പരീക്ഷിക്കരുതെന്നാണ് ആ പറഞ്ഞതിൽ. നമ്മൾ പറയില്ലേ എനിക്കൊക്കെ കഴിഞ്ഞു, നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയില്ലേ, പറയണ ഡയലോഗില്ലേ, ഒന്ന് നമ്മളോട് പറയാം ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കോട്ടയത്ത് അടുത്തേക്ക് നോക്കണല്ലോ, ഇതേതായാലും പോയതിനെ ക്ഷമിച്ചു അടുത്തേക്ക് നോക്കണല്ലോ എന്ന് പറയുന്ന ആ ഒരു വീട ഞാൻ അജ്ജല എന്ന് പറഞ്ഞ അവധിക്ക് വെച്ചു. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒഴിവാക്കി തന്നു, ഒന്ന് നന്നാവട്ടെ അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആയി വരട്ടെ എന്ന് പറഞ്ഞ അവസരം തരികയാണ്. ആ അവസരം തന്നിട്ട് വീണ്ടും നമ്മൾ എന്തായാലും പരീക്ഷിക്കാനൊന്നാലും. അപ്പൊ അവസാനിക്കുന്ന ആ നിമിഷങ്ങൾ റഹ്മത്തിന്റെ അത് പറയാം, ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് വേണം? അവന്റെ കാരുണ്യം. ആ കാരുണ്യത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും കഴിയും, ഇവിടെ നിന്ന് മരിക്കാൻ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എന്തിന്? ജീവിക്കലല്ല പ്രശ്നം, പിന്നെന്താ? മരിക്കലാണ്. ജീവിക്കലല്ല, ഇങ്ങനാണെങ്കിലും ഇവിടെ ജീവിക്കുക. ഞാൻ ചോദിക്കട്ടെ, പൈസ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണ് ഇവിടെ ജീവിക്കലില്ലേ? ജീവിക്കുന്നതിന്റെ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ, ഇല്ലേ? അത് ദുന്യവിപരമായ ജീവിതത്തെ കൃത്യമായി ഹൃദയത്തിലേക്ക് ഇറക്കിയാൽ ബോധ്യപ്പെടും. ഇന്നലെ കൂടുതൽ വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മള് ആയത് നമ്മുടെ സുബീന്റെ വിഷയവുമായി കണക്ട് ചെയ്തിട്ടാണ് ഇന്നലെ ജുമാക്ക് ഞാൻ പ്രസംഗിച്ചത്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു കളിയാണ്, തമാശയാണ് ഈ ദുനിയാവ്. ചിന്തിച്ചാൽ ബുദ്ധിയുള്ളവർ ചിന്തിച്ചു മനസ്സിലാക്കി. ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, വളരെ വിപുലമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ടീം ഇന്നലെ നോമ്പ് പറയുന്ന കൂട്ടിക്കൂടി വളരെ വിപുലമായിട്ട് നല്ല ഇറച്ചിയും പത്തിരിയും അങ്ങനെ എല്ലാ വിഭവങ്ങളും ആ വിഭവങ്ങൾ വെച്ച് നോമ്പ് തുറക്കുന്ന ഒരു ടീം അപ്പുറം വെറും നമ്മുടെ കഞ്ഞി മാത്രം കുടിക്കുന്ന ടീമുണ്ട്. ഇത് രണ്ടിന്റെയും ഫലം എന്താണ്? രണ്ടും പേരും അറിയുന്നില്ല, വിശപ്പടക്കുന്നില്ല, ഇല്ലേ? ഇത് രണ്ടും തരുന്ന ഫലം എന്താ? ഇതിനൊരു പ്രത്യേക ഫലം, ഇതിനൊരു ഫലമില്ലായ്മ അങ്ങനെ ഉണ്ടോ? രണ്ടും വിശപ്പടക്കുന്നില്ല, ഇല്ലേ? ഈ തൊണ്ടിയുടെ കീഴ്പോട്ടിൽ രണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും തുല്യമല്ലേ? ആണോ അല്ലേ? തിരിച്ചു വരികയാണെങ്കിൽ രണ്ടും നമുക്ക് വെറുപ്പുളവാക്കുന്നതല്ലേ? ഇത് രണ്ടിന്റെയും അനന്തരം നമ്മൾ പുറത്തേക്ക് ചെയ്യുന്ന ടോയ്ലറ്റ് ചെയ്യുന്നത് രണ്ടും തുല്യമല്ലേ? എവിടെ വ്യത്യാസം? എവിടെ വ്യത്യാസം? ദുനിയാവതാണ്. അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദുനിയാവിലെ ദുനിയാവിന്റെ മോശത്തരങ്ങൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാനവരോട് നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പോകണ്ട, അത്രയും മോശമാണ് ദുനിയാവ് എന്ന് മനസ്സിലാക്കി തരാൻ എന്ന് പറഞ്ഞ രണ്ടു പേരുണ്ട്. ഒന്ന്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മധുരമുള്ളത് എന്ന് പറയുന്നത് നാച്ചുറൽ മധുരമുള്ള വസ്തു ഏതാ? തേനാണ്, അല്ലേ? ഏറ്റവും മാധുര്യമുള്ളത് നമ്മുടെ സ്വർഗത്തിന്റെ വിശേഷണം പറയുമ്പോൾ നമ്മളവിടെ പറയുന്നത് തേനാണ്. പക്ഷെ അതൊന്നും ദുനിയാവിന്റെ തേനിനോടോ പാലിനോടോ ഒന്നും സാദൃശ്യമുള്ളതൊന്നും അല്ല. നമ്മള് സ്വർഗത്തിലേക്കൊന്നും നമ്മൾക്ക് ഒരു വിഷയം പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നെങ്കിൽ ദുനിയാവുമായിട്ട് യാതൊരു ടച്ചില്ലാത്ത വസ്തുവാണ് സ്വർഗത്തിൽ ഉണ്ടാകുന്നത്, വേറെ വിഷയം. എന്നാൽ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്ന, മാധുര്യം നൽകുന്നത് ആ തേനാണ്. ആ തേനിന്റെ ഉത്ഭവം എങ്ങനെയാണ്? ഒരു ഈച്ചയുടെ വിസർജനമാണ്. ഒരു ഈച്ചയുടെ വിസർജനമാണ്. ദുനിയാവ് എത്രത്തോളം മോശമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ റബ്ബ് സംവിധാനിച്ചതാണ്. ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖം എന്ന് നാം കരുതുന്നത് എന്താ? ഏറ്റവും വലിയ സുഖം ഏതാ? ലൈംഗിക സുഖം, ഇല്ലേ? അതിനും വലിയൊരു സുഖമുണ്ടോ? ഒരു ലബ്ധത്തുണ്ടോ? രസമുണ്ടോ? നിമിഷങ്ങൾ മാത്രം, സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്നത് അല്ലാഹു തആല സംവിധാനിച്ചത് ഏതൊരു രൂപത്തിലൂടെയാണ്? ഏതൊരു രൂപത്തിലൂടെയാണ്? ഇല്ലേ? മുഖ്യസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലുകളിൽ അത്രയും മോശമാണ് ഈ ദുനിയാവിലെ സുഖങ്ങളും മാധുര്യങ്ങളും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താറുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. പക്ഷെ നമ്മൾ പറ്റും വരുന്ന, പക്ഷെ ഇവിടുത്തെ ഏത് സുഖം നമുക്ക് നിലനിന്ന് കിട്ടിയത്? ഇപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ചു. നമ്മൾ ഇപ്പോ തുടക്കത്തിൽ നമ്മൾ എ സി ഇട്ടത് എത്രയില്ല? 22 അല്ലേ? ഭയങ്കര ചൂടേനുമ്പോ എ സി ഇട്ടു, തണുപ്പ് കൂടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇപ്പൊ കൊടുക്കില്ലേ? ഇല്ലേ? ഏത് സുഖമാണ് ഇവിടെ നിലനിന്ന് കിട്ടുന്നത്?
ഏതെങ്കിലും ഒരു സുഖം നിങ്ങൾ പറയും, ഒരു അല്പസമയം നല്ല റാഹത്തിലാണ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെ? അപ്പൊ അതിന്റെ പിന്നാലെ നിങ്ങൾ മാറിക്കണ്ട. ദുനിയാവ് ആ രൂപത്തിലാണുള്ളത്. അപ്പൊ അത് മാറി ആഖിറത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. അല്ലാഹുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അതിനൊരു പ്രത്യേകമായ രസമാണ്. അതാണ് മഹാന്മാരെ അനുഭവിച്ചിട്ടുള്ളത്. അതാണ് ആരിഫീങ്ങളെ മനസ്സിലാക്കിയത്. അമ്പിയാക്കളും ഈ ലോകത്ത് പ്രതിനിധാനം ചെയ്ത ഒക്കെയും അത് തന്നെയാണ്. അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതിനല്ലാത്ത മറ്റൊന്നിനും ഈ ലോകത്ത് പ്രസക്തിയില്ല. അപ്പൊ അതിനു വേണ്ടി വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, എന്ത് വേണം? അല്ലാഹുവിനെ അറിയണം, അവന്റെ കലാമുമായിട്ട് ബന്ധപ്പെടണം, ഇതൊക്കെ പറഞ്ഞു അല്ലെ. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? എഴുതങ്ങളുടെ അടുത്ത ഹദീസിന്റെ ബാക്കി നമ്മൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പൊ അള്ളാനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? നിങ്ങളൊക്കെ റെഡിയല്ലേ? ഇനിയിപ്പോ ചോദിക്കുന്ന അടുത്ത ടിപ്സ് എന്താണെന്ന്, അതിനുള്ള വഴി എന്താണെന്ന് ചോദിക്കുന്നത് അല്ലേ? കലാമുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. അല്ല, കലാം അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. അപ്പൊ അതിനൊരു വഴി വേണം. ഇത് ഈ വിഷയത്തിലാണ് കൽബിലേക്ക് കൊണ്ടുള്ള നല്ലൊരു വഴക്കുകൾ പറയണം സാറേ, നല്ലൊരു ക്ലാസ് നിങ്ങൾ എടുക്കണം സാർ അല്ലേ? അതല്ലേ നിങ്ങൾ പറയുന്നത്? നബിതങ്ങളും പറയുന്നതാ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഉപദേശകൻ വേണം, ഒരു ഉപദേഷ്ടാവ് വേണം. നമ്മൾ പറഞ്ഞ കൃത്യമായി ഈ രൂപങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന നല്ലൊരു ഉപദേഷ്ടാവിനെ വേണം. നിങ്ങൾക്ക് നല്ലൊരു വഴക്ക് പറയുന്ന ആളെ വേണോ? നിബിധങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നല്ലൊരു ഉപദേശകൻ വേണോ? വേണോ? എന്താ വേണ്ടേ? ഇങ്ങനൊക്കെ നമുക്ക് തോന്നണം. കേൾക്കുമ്പോൾ തന്നെ നന്നാകാൻ തോന്നണം. കൽബിലേക്ക് റബ്ബങ്ങോട്ട് ഇറങ്ങി വരണം. ഇതെല്ലാം നിങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്ന നല്ലൊരു ഉപദേശകൻ. വഴുത് പറയുന്ന ആള് പറയുന്ന ആള് വേണോ? വേണോ? മരണം നല്ല ഉപദേശകനാണ്. നിബിധങ്ങൾ പറയാ, മരണം ഏറ്റവും നല്ല ഉപദേശകൻ മരണമാണ്. മരണത്തെ ഉപദേശകനായി നിങ്ങൾ സ്വീകരിച്ചോളൂ. മരണത്തെ നിങ്ങളുടെ ഉപദേഷ്ടാവിന്റെ സ്ഥാനത്ത് നിങ്ങൾ വെച്ചോളൂ. ഒക്കെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഒരുപാട് വിഷയത്തിൽ അതിനുള്ള ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, അത് ദീർഘിപ്പിക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? അറിയില്ല. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കണ്ടല്ലോ. മഹാൻ അവരുടെ ഭരണകാലത്തിൽ തനിക്ക് കിട്ടുന്ന വേതനങ്ങളിൽ നിന്നും ഒരു സംഖ്യ കൊടുത്ത് ഒരാളെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. ഒരു പി എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോലിക്കാരൻ. അമൃതങ്ങളുടെ ഭരണകാലത്തിൽ ഒരുപാട് ഭരണത്തിൽ ശ്രദ്ധിക്കുക. അതിനോട് കൂടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ആട് വേണ്ടാൻ പോവുക. ഇത് ഭരണം നടത്തുന്നു, പിന്നെ തന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് വേണ്ടി എന്താണ് സ്വയം തൊഴിൽ വേറെ കാടിന് മേഖലയും മറ്റുമൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഇടയിൽ ഒരാളെ ജോലിക്ക് നിർത്തിയിരിക്കുകയാണ്. അലീബിൻ അബീ അല്ല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ആ ആളുടെ ഡ്യൂട്ടി എന്താ? അയാൾ നമ്മളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആളുടെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ എന്താ ഡ്യൂട്ടി? ഇടക്കിടക്ക് വേറൊരു മരിക്കണം. ഇടക്കിടക്ക് അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഖലീഫയോട് പറയണം, അമീറെ മരിക്കണട്ടോ, മരിക്കുന്നുണ്ട്, മരണമുണ്ട്. ഇതിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കലാണ് ഈ ഉപദേശകന്റെ, ഈ ജോലിക്ക് നിർത്തിയ ആളുടെ. അതിന് പൈസ കൊടുത്തിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിരക്കുകൾക്കിടയിൽ, ഈ ദുന്യവീപരമായ മറ്റു വിഷയങ്ങൾക്കിടയിൽ എന്റെ ശ്രദ്ധയെങ്ങാനും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ തെറ്റിപ്പോകുന്ന ശ്രദ്ധയെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉപദേശകനായി മഹാനവറുകൾ കണ്ടെത്തിയത് മരണത്തെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിന്നെ ഞാൻ പിരിച്ചു വിട്ടു, ഇനി ഞാൻ നിന്നെ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജോലിക്കാരൻ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ, അപ്പൊ ഇനി നിങ്ങൾക്ക് മരണത്തിന് ഓർക്കൊന്നും വേണ്ടേ? ഇനി നിങ്ങൾ മരണത്തിന് ഓർക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. വേണ്ട, എനിക്ക് അടയാളം എന്റെ ശരീരത്തിൽ അന്ന് തന്നിട്ടുണ്ട്. എന്റെ താടിയുടെ രോമം നിലച്ചു പോയിട്ടുണ്ട്. മരണത്തെ ഓർക്കുന്ന അടയാളങ്ങളാണ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണ്ട, ഉപദേശം. എനിക്ക് എന്റെ ശരീരം കാണുമ്പോൾ തന്നെ മരണത്തെ ഓർമ്മ വരുന്നുണ്ട്. നബി നമ്മൾ സർവ്വരസങ്ങളെ മുറിച്ചു കളയുന്ന
എല്ലാ സുഖങ്ങളെയും മുളച്ചു കളയുന്ന മരണം, ആ മരണത്തെ ഓർക്കൽ നിങ്ങൾ അധികരിപ്പിച്ചു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്നുവരെ ഓർത്ത് നോക്കിയിട്ടുണ്ടാവും, ഒരു ഡേനെ കുറിച്ച് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഇന്ന് വരെ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ഒന്ന് ഓർക്കണം, നമ്മുടെ മരണം നമ്മുടെ കണ്ണിൽ ഹയാത്തിലൊന്ന് കൊണ്ടുവന്ന് നോക്കണം. അത് ഭയങ്കര വല്ലാത്തൊരു അനുഭൂതിയാണ്. റൂമിലെ ഒറ്റക്കൊന്നും കിടക്കുമ്പോഴേ ആരുണ്ടാകാൻ പാടില്ല, ഫാനൊക്കെ ഓഫാക്കി സൈലന്റ് ആയിട്ടിരിക്കണം. സൈലന്റ് ആയിട്ടിരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വലിയ ക്ലോക്ക് ഉണ്ടാവും. ഈ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, കേട്ടുക്കണോ? സൈലന്റ് ആയിട്ട് ഒറ്റക്ക് ഒരു റൂമിലിരുന്ന് ആ സൂചിയുടെ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ ആ ശബ്ദത്തിന്റെ കൂടെ നമ്മുടെ മരണത്തെ ഒന്ന് സഞ്ചരിപ്പിച്ചു നോക്കിയേ, വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒന്ന് ചെയ്തോ. നമ്മള് കൊച്ചൊന്നുമില്ല, കുറച്ച് രാത്രിയാണെങ്കിൽ ഉഷാറാ, അല്ലെങ്കിൽ പകലാണെങ്കിലും ശരി, ഒന്ന് കിടന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ കിടക്കുക. ആ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നത് നമ്മുടെ മരണത്തിലേക്കാണ്, അല്ലേ? ആണോ അല്ലേ? ആ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്ന എവിടത്തേക്കാണ്? നമ്മുടെ മരണത്തിലേക്കാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കാം, മരിക്കുന്ന സമയം മരണം കഴിഞ്ഞ് നമ്മുടെ ആശ്രിതർ നമ്മളോട് കാണിക്കുന്നത്, നമ്മളെ കിടത്തുന്നത്, നമ്മളെ കുളിപ്പിക്കുന്നത്, നമ്മളെ പള്ളിയിലൊക്കെ നമ്മൾ കണ്ടതല്ലേ? നാളെ അതേ തന്നെയല്ലേ ആവർത്തിക്കാനുള്ളത്? ആ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഒളിമങ്ങാതെ കിടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഉപദേശം മരണമാണ്. ആ മരണത്തെ ആലോചിച്ചപ്പോൾ വേറെ ഈ ദുനിയാവൊന്നുമില്ല. സ്വഹാബികളായ ആളുകളെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നുമല്ല ഒരു തസ്തികയിലേക്ക് എത്തിയത്. മരണത്തെ കുറിച്ച് കൃത്യമായ ബോധമെടുത്തിട്ടാണ്. അതാണ് നബി മരണം ഉപദേശിച്ചിട്ട് നന്നാകാത്ത ഒരാൾ ലോകത്തുണ്ടാവില്ല. നമ്മുടെ മുമ്പിലേക്കൊക്കെ മുന്നിലൂടെ കടന്നു പോകുന്ന മരണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പാഠം നൽകണം. അതുകൊണ്ട് ഈ ഖബർ സിയാറത്ത് സുന്നത്താക്കാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താ? നമുക്ക് മരണചിന്ത വരുത്താൻ വേണ്ടി. അവിടെ ഒരു ഖബറാണ്, നാളെ എന്റെ ഖബറാണ് അവിടെ എന്നുള്ള മരണചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുത്താൻ വേണ്ടിയാണ്. അപ്പൊ ആ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദുനിയാവിന്റെ അവസ്ഥകളും അതല്ല റബ്ബിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അല്ലാഹുവിലേക്ക് കൽബിന്റെ അവൻ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ള ബോധം നമുക്ക് നല്ലോണം. അപ്പൊ ആ ഒരു ചിന്തയുമായി നമ്മൾ എപ്പോഴും മരിക്കണം, ജീവിക്കണം എന്നുള്ളതല്ല. പക്ഷെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് ആളുകൾ കൂടെ ജീവിക്കാതിരിക്കുക, ആരെങ്കിലും ഇവിടെ ജീവിക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? ജീവിതത്തിൽ വ്യത്യാസങ്ങൾ, നമ്മൾ നിശ്ചയിക്കുന്ന സുഖദുഃഖങ്ങളുണ്ട്, നമ്മൾ നിശ്ചയിക്കുന്നതായത് ആഡംബരങ്ങൾ, അതാണ് സുഖം എന്ന് നമ്മൾ കരുതുന്നത്. ഇപ്പോഴും പല ആളുകൾക്കും ചിന്ത ഹൈറ് നൽകണം, ഇതൊക്കെ നൽകണം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഹൈർ എന്താ? എന്തോ അല്ലേ, കുറേ കിട്ടണം, കുറേ സമ്പാദിക്കാൻ. നേരത്തെ ബസ്സിന്റെ യാത്ര പറഞ്ഞ ഒന്ന് കിട്ടിയാൽ നിർത്തുവോ? കിട്ടുവോ? ഇപ്പൊ വെറുതെ ഒരാൾ എന്ത് ചെയ്തു? എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, ഒരാൾ എന്ത് ചെയ്തു? 500 1000 കിട്ടിയത് മറ്റേത് കൂടി അല്ലേ? അങ്ങനെ ഒരു മനസ്സിൽ അന്ന് 1000 ആണ് കിട്ടിയതെങ്കിലോ എന്നാ തീർന്നോ? ഇല്ല. അപ്പൊ പിന്നെന്താ? അടുത്ത് തന്നെ. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ പണക്കാരനാരാ? ഏറ്റവും വലിയ പണക്കാരനാരാ? ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒന്നാണ് യൂസുഫ് അലി സാഹിബ് ഇല്ലേ? ലുലു പോയിട്ട് 10 റുപ്യയുടെ ഒരു സാധനം വെറുതെ തരുമോ? ഇല്ല. അപ്പൊ അവര് കൂടുമ്പോ എന്താണ്? അപ്പൊ ദുനിയാവി ലോകത്ത് ജീവിക്കാൻ ദുനിയാവ് വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് തന്നെയാണ് ജീവിതം എന്ന് ധരിക്കേണ്ടതില്ല. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വയസ്സന്റെ കയ്യിലെ വടി പോലെ ദുനിയാവിനെ, മീൻസ് സമ്പത്തിനെ നമ്മൾ കരുതണം. വയസ്സന്റെ പ്രായമുള്ള ആളുടെ കയ്യിലുള്ള വടി നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെ? അതില്ലാതെ അവർക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് അത് അവർ തോളിലേക്ക് ഇതാണ് എന്റെ ജീവൻ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ? ഉണ്ടോ? ആവശ്യം വരുമ്പോ അല്ലെ, വീഴാതിരിക്കാൻ. അത് കഴിഞ്ഞു കസേരയിരിക്കണോ വളരെ മൂലം കിട്ടും. പിന്നെ ആവശ്യം വരുമ്പോൾ എന്റെ വടിയോടെ അത് എടുത്തേന്ന് പറയുള്ളൂ, അല്ലാതെ ഫുൾ ടൈമും വീട്ടിൽ പിടിച്ച് നടക്കുന്നുണ്ടോ? സമ്പാദ്യത്തെ ദുനിയാവിൽ അങ്ങനെ കണ്ടാൽ മതി. ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുള്ളത് എടുക്കുക. ഇനിയൊരു ക്ലാസ്സിന് പിന്നാലെ ലാസ്റ്റത്തെ ഒരു ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വലിയൊരു ഹദീസ് പറയാൻ. ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചിന്ത പോയ ഒരു ഹദീസ് പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിൽ പറയുന്ന ഒരു വിഷയമാണ്, കുറെ വിഷയങ്ങൾ പറയുന്നു.
ദുനിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ആഖിറത്തെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ മിനന്നാർ വരുന്നത് അവസാനം. അപ്പൊ ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ ദുനിയാവിന് അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. ആവശ്യത്തിന് നമ്മൾ സമ്പാദിക്കുക, എന്നിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താണ്? അത് ഭയങ്കര ഗൗരവമാണ്. ഞാൻ അവസാനിപ്പിക്കണം. ഒറ്റ വാക്ക് പറയണം. എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നുണ്ട്, എനിക്ക് വസ്ത്രങ്ങൾ ഇറക്കി തരുന്നുണ്ട്, അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്, എൻ്റെ ആവശ്യങ്ങളാണ് വീട്ടിൽ തരുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ കിടക്ക പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞത് അവളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല, വേറൊരാളായി. എന്തൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. നിങ്ങളുടെ കൂടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് തരുന്നുണ്ട്, എല്ലാം ചെയ്തു തരുന്നുണ്ട്. ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിൽ ആർക്ക് സ്ഥാനമില്ല? സമ്മതിക്കോ? ആ ഒരു മൂമെന്റ് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം? എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം? എന്താണ് ഉണ്ടാകുക? ഒന്നും ഉണ്ടാവില്ല, പറയാൻ പറ്റൂല. എങ്ങനെയാണ് പ്രതികരണം? അള്ളാഹ് നമ്മളെ അങ്ങോട്ടാ പറഞ്ഞു വിടുക, അള്ളാഹ് എങ്ങനെയാണ് പറഞ്ഞു വിടുക? നമുക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, കൽവിലില്ല. അള്ളാഹ് എങ്ങോട്ടാ നമ്മളെ പറഞ്ഞു വിടുക? എങ്ങോട്ടാ അള്ളാഹ് നമ്മളെ പറഞ്ഞു വിടുക? ആലോചിച്ച അവസ്ഥ. ഇതിലും കൂടുതൽ എങ്ങനെ പറയാ വിഷയം? ഗൗരവത്തിൽ ചിന്തിക്കാൻ വിഷയം. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. കൽവിൽ മരണത്തിനെ കുറിച്ചുള്ള ചിന്തയുമുണ്ട്. ആ ചിന്ത കൊണ്ടുള്ള ഇലാഹിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ അടുത്ത് അവൻ്റെ റഹ്മത്ത് നേടിയെടുക്കണം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ഒരുപാട് ദുആ ചെയ്യണം. ദുആ ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കും. നമുക്ക് ഒരു വട്ടം ഒരാൾ നമ്മളോട് ഒരു വിഷയം ചോദിച്ചാൽ രണ്ടാമത്തെ ചോദിക്കുമ്പോൾ നമുക്ക് വെറുപ്പാകും, അല്ലേ? നമുക്ക് വെറുതെ ചോദിച്ചിട്ട് വിധിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ അള്ളാഹ് അങ്ങനെയല്ല, ചോദിക്കുന്നതായിരിക്കും, ചോദിക്കാതിരിക്കല്. അതുകൊണ്ട് തന്നെ ദുആ സുന്നത്തുള്ള വിഷയങ്ങളിൽ പെട്ടതാണ്. ഒരു വിഷയം 3 പ്രാവശ്യം പറയാം. ദുആയുടെ ആദാബ് ദുആയിൽ പെട്ടതാണ്. എന്തുവേണം? ഒരു വിഷയം നമ്മൾ ചോദിക്കുമ്പോൾ 3 വട്ടം പറയണം. റബ്ബേ പുറത്തുകൊണ്ട, റബ്ബേ പുറത്തുകൊണ്ട, റബ്ബേ പുറത്തുകൊണ്ട, അങ്ങനെ 3 വട്ടം പറയും. കാരണം അള്ളാഹ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം എത്ര ചോദിച്ചാൽ അള്ളാഹ് മടുക്കൂലേ? ആകെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കലും വിചാരിക്കില്ല. ചോദിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചോദിക്കണം. കാരണം ഒരാളോട് ഒരു വിഷയം ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങളിൽ ഒന്നാണ്. നമ്മൾ പറഞ്ഞ വീണ്ടും നമ്മൾ വളർന്നു. നമ്മൾ ഒരാളോട് ഒരു വിഷയം ചോദിക്കുക ഇല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് എന്നോട് ഒരു മസാല ചോദിക്കുകയാണ്, ഉസ്താദ് ഒരു സംശയം അല്ലേ? ആ ചോദ്യം തന്നെ എനിക്കുള്ള അംഗീകാരമാണ്. ഞാൻ അറിവുള്ളവരാണ്, ഞാൻ ആലിമാണ്, ഞാൻ ഉസ്താദാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതിന്റെ തെളിവല്ല ചോദ്യം ആണോ? അല്ലേ? എങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ ആവശ്യമുള്ളതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവൻ ഇലാഹാണ് എന്ന് നമ്മൾ അംഗീകരിക്കലാണ്. മനസ്സിലായില്ല? ഇപ്പോ നമുക്ക് ദുആ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ ദ്വാരക്കലില്ലല്ലോ, അംഗീകാരം കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത്. തിരിഞ്ഞോ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ദുആ ചെയ്യാൻ തോന്നുന്നില്ല, മടുപ്പാ വരുന്നു. ചോദിക്കാൻ തോന്നുന്നില്ല, മടുപ്പാ വരുന്നു. എന്താ കാരണം? അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളോട് നമുക്ക് ഒരു ആവശ്യമുള്ള ഒരു കാര്യം ചോദിക്കാൻ നമുക്ക് തോന്നുമോ? എനിക്കൊരു ആവശ്യമുണ്ട്, പക്ഷെ ഒരു പൈസ എനിക്കൊരു വേണം, പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം അവനൊക്കെ ഒരു ചോദിക്കൽ അവന്റെ മുമ്പിലുള്ള എന്താണ്? നമ്മുടെ വിധേയത്വമാണ്, അംഗീകാരമാണ്. അതാണ് ഈ ദുആ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ. അപ്പൊ നമ്മൾ ആ അംഗീകാരം കൊടുക്കുമ്പോൾ ധാരാളം ചോദിക്കും. ഇപ്പൊ നമുക്ക് തോന്നുന്നില്ല, ദുആക്കും അധികം ആളുകൾക്കും മടുപ്പ. ഇത് ഒരാളാ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് പടച്ച റബ്ബിനോട് തന്റെ കാര്യങ്ങൾ ഈ പരിശുദ്ധ റമദാനിലാണെങ്കിൽ പറഞ്ഞ എത്ര പേരെന്ന് വെച്ചാൽ വളരെ വിരളമായിരിക്കും, അല്ലേ? ഞാൻ ഇവിടുന്ന് തോന്നുമ്പോൾ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പറയുന്നു.
ഞാനിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആമീൻ പറയുന്നത് സ്വന്തമായിട്ട് പടച്ച റബ്ബിനോടൊന്ന് കൈയുയർത്തിക്കണം, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ വളരെ കുറവായിരിക്കും. നമ്മൾ സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ മതി. ഈ 7 ദിവസമായിട്ട് ഇത്രയും നല്ല ദിനങ്ങളായിട്ട് ഈ നിസ്കാരത്തിന്റെ ശേഷമുള്ള ഒരു ദുആ കൂടി ഇല്ലെങ്കിലോ അതും പോയി അല്ലേ? ഈ വിധിയത്തിന്റെ ശേഷം അതിന്റെ ശേഷം ദുആ ഇല്ലെങ്കിൽ അതും പോയി. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തോർക്കുന്നുണ്ടോ? തോന്നുന്നില്ല, അംഗീകാരമില്ല എന്നാ പറഞ്ഞ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി ഈ ഉള്ള ദിവസങ്ങൾ നല്ലോണം ഉപയോഗപ്പെടുത്തും. കാരണം എന്താ റഹ്മത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് ഫുള്ള് പോയി. നമുക്ക് നടുവിലത്തെ 10 വരാണ്ട്, മഹഫറത്തിന്റെ 10 വരാണ്ട്, അവിടെ ചർച്ച വേറെ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാത്തതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഹൃദയം എന്താണ്? ഉൾക്കൊള്ളാനുള്ള ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കിടക്കുക നമ്മുടെ ഹൃദയം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെയാണ്, കൂടെ നമ്മോട് ഇറങ്ങുമ്പോഴേക്ക് അതെന്താ കുഴപ്പം? ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി പോയി കിടക്കുകയാണ് ഹൃദയത്തിൽ. ആ കപ്പാസിറ്റി കളഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? നാം ചെയ്ത പാപങ്ങളാണ്. ആ പാപങ്ങൾ അങ്ങനെ ആവാനുള്ള കാരണങ്ങളിൽ ഒന്നെന്താണ്? നമ്മുടെ വയറാണ്. ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ മഗ്ഫിറത്ത് നമുക്ക് കിട്ടണം. ഹൃദയത്തിന്റെ കപ്പാസിറ്റി, ഹൃദയത്തെ ഒന്ന് റീചാർജ് ചെയ്യണം, കപ്പാസിറ്റി തിരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചെടുക്കണമെങ്കിലൊക്കെ എന്ത് വേണം? അതിനുള്ള ഊർജങ്ങളാണ് ഈ റഹ്മത്തിൽ നിന്നാണ് മഗ്ഫിറത്ത് കരസ്ഥമാക്കുന്നത്. ആ മഗ്ഫിറത്തിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? നരകമോചനം കിട്ടുക. കാരണം നമ്മുടെ പാപം പൂർത്തിരാതെ എങ്ങനെയാണ് നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക? പാപം പുറത്തുനിന്നിട്ടല്ലേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അപ്പൊ ഈ ഒന്നാമത്തെ 10 ബേസിക്കലി ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവിടെ കിട്ടുള്ളതിൽ അവസരങ്ങൾ കൃത്യമായിട്ട് തന്നെ നല്ലോണം ചോദിക്കണം. അത് കൂട്ടത്തിൽ മാത്രമല്ല, അല്ലാഹുമ്മ റഹ്മനി, ഞാൻ പറഞ്ഞിരുന്നു നമുക്ക്, അല്ലാഹുമ്മ റഹ്മനി, എനിക്ക് നീ കരുണ ചെയ്യും. നമ്മൾ ചെല്ലുന്ന ദിക്ർ അതാണ്, അല്ലാഹുമ്മ റഹ്മനി, എന്നോട് റബ്ബേ നീ എനിക്ക് കരുണ ചെയ്യണേ. കാരുണ്യവാനിൽ ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനെ എനിക്ക് നീ കരുണ ചൊരിയും. അതിക്രമ ചൊരിയും. നടുവിൽ ആദ്യത്തെ 10 ചെല്ലാൻ പറ്റുന്ന ദിക്റുകളാണ്. എല്ലാ കൂട്ടത്തിലും ആവർത്തിച്ച് പറയണം അവരുടെ കാരുണ്യം നേടിയെടുക്കാൻ. ആ കാരുണ്യം നേടിയെടുത്താലേ നമ്മുടെ അവരുടെ ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും നമുക്ക് രക്ഷയും ഞങ്ങൾ പറഞ്ഞത് കേട്ടത് സ്വാലിഹായ അമലായി ഞങ്ങൾ കബൂൽ ചെയ്യണം. ദീർഘകാലം ദീനീ ഖിദ്മത്തിലായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഖൽബൊന്ന് നന്നാക്കണേ അല്ലാഹുവേ. ഖൽബിലെ മാലിന്യങ്ങളെല്ലാം നീക്കി ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഖൽബൊന്ന് നീ പ്രകാശിപ്പിക്കണം റഹ്മാൻ. തഖ്വയുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഒരുപാട് അപരാധങ്ങൾ ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എല്ലാം നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഉസ്താദന്മാർക്ക്, ഭാര്യ മക്കളും, കൂട്ടുകുടുംബാദികൾ, ബഹാമം നിർമ്മിച്ചവർ, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ സർവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാൻ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ, നിന്റെ പരിശുദ്ധ റഹ്മത്ത് നൽകുന്ന നാളുകളാണ് റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം റഹ്മാൻ. നിന്റെ കാരുണ്യങ്ങൾ ഏറ്റി നൽകണം റഹ്മാൻ. ഞങ്ങൾ ചെയ്തു പോയ അപരാധത്തിന്റെ പേരിൽ ഞങ്ങളെ തൊട്ട്, ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ട് നിന്റെ റഹ്മത്തിനെ നീ പിൻവലിക്കല്ല അല്ലാഹ്. ഏറ്റി നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ഇരുലോക ജീവിതവും നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഞങ്ങൾക്കും നിന്റെ കാരുണ്യത്താൽ നരകമോചനം നീ സത്യമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നീ നിർബന്ധമാക്കണം റഹ്മാൻ. നിന്നെ അറിഞ്ഞ് മനസ്സിലാക്കി ഇബാദത്ത് ജീവിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. ഈമാനിന്റെ ബലഹീനതയാണ്, പിശാചിന്റെ ദുർബോധനത്തിൽ പെട്ടുപോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നേർവഴിയിലാക്കണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ നേർവഴിയിലാക്കണം റഹ്മാൻ. പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم